നമസ്കാരം സാർ. നമസ്കാരം. സാറേ, പോലീസ് ഉദ്യോഗസ്ഥർ കേസിൽ പ്രതികളാകുന്നതും ശിക്ഷിക്കപ്പെടുന്നതും വളരെ അപൂർവമാണ്. ഇവിടെ ആലപ്പുഴ DYSP ഒരു കേസിൽ പ്രതിയായി, കസ്റ്റഡി മർദ്ദന കേസിൽ പ്രതിയായി രണ്ടാമതും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇതൊന്ന് നമുക്ക് ABCക്ക് വേണ്ടി ഇതൊന്ന് സംസാരിക്കാം. കേരളത്തിലെ പോലീസ് സേനയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ പോലും പേര് ചീത്തയാക്കുവാൻ വേണ്ടി ഒരു 40% ക്രിമിനലുകളുണ്ട്. പക്ഷേ ഇവരെ യഥാർത്ഥത്തിൽ സർക്കാരാണ് ഇവരെ പുറത്താക്കേണ്ടത്. പക്ഷേ സർക്കാർ പുറത്താക്കേണ്ട സർക്കാരുകൾ അത് ചെയ്യാതെ വരുമ്പോൾ പലപ്പോഴും കോടതികൾ ഈ ധർമ്മം ഏറ്റെടുക്കുകയും ഇത്തരത്തിൽപ്പെട്ട കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് കോടതി കൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഈ ഉദ്യോഗസ്ഥനെ തന്നെ ഈ ചേർത്തല കോടതി തന്നെ ഇന്നലെയാണ് ഈ ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. മധുബാബു അയാൾ SI ആയിരുന്ന സമയത്ത് ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ വളരെ മൃഗീയമായി മർദ്ദിച്ച കേസിലാണ് അയാളെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ ഉദ്യോഗസ്ഥനെ തന്നെ 2010 ഒരു ചേർത്തല കോടതി തന്നെ അന്നത്തെ മജിസ്ട്രേറ്റായിരുന്ന നിക്സൺ M. ജോസഫ് എന്ന് പറയുന്ന ജഡ്ജി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ 2010 കസ്റ്റഡി മർദ്ദന കേസിന് ശിക്ഷിച്ചിട്ടുണ്ട്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ സുബൈർ എന്ന CRPF ജവാനെ അയാളുടെ നാട്ടിൽ അവധിക്കെത്തിയ സമയത്ത് അയാളെ വളരെ മൃഗീയമായി മർദ്ദിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് എനിക്ക് തോന്നുന്ന അപൂർവമാണ്. കാരണം ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ 2 തവണ ശിക്ഷിക്കപ്പെടുന്ന സംഭവം, അതും ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. തന്നെയുമല്ല, ഈ 2 തവണ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതിലുപരിയായി ഇയാൾ കുറവിലങ്ങാട് SI ആയിരുന്ന സമയത്തൊരു അധ്യാപകനെ മർദ്ദിച്ച കേസുണ്ട്. അതിൽ അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് നടരാജൻ്റെ ശക്തമായ ശുപാർശയുണ്ട് ഇയാൾ പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമാണെന്ന്. അതുപോലെ തന്നെ ഇയാളിപ്പോൾ നിലവിൽ ഏകദേശം 5ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. വിവിധ കോടതികളിലായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും എടുത്തു പറയത്തക്ക വസ്തുത ഇതൊന്നുമല്ല. ഇയാൾ പത്തനംതിട്ട CA ആയിരുന്ന സമയത്ത് പത്തനംതിട്ട നഗരത്തിലെ കരിക്കിനേത്ത് വസ്ത്രാലയം എന്ന് പറയുന്ന ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിനകത്ത് ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം എന്ന് അതിൻ്റെ വസ്ത്ര സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഒരു ദളിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ ആ തുണിക്കടയ്ക്കകത്ത് വെച്ച് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് പത്തനംതിട്ട CI ആയിരുന്ന 2013 പത്തനംതിട്ട CI ആയിരുന്ന ഈ മധുബാബു. ആ കേസിൽ ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുകയും മൊത്തം തെളിവുകൾ നശിപ്പിക്കുകയും മഹസറിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ഈ മരണമടഞ്ഞ സാബു എന്ന് പറയുന്ന യുവാവിൻ്റെ സഹോദരൻ ബാബു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് ഡയറി പരിശോധിച്ചപ്പോൾ കോടതി പോലും ഞെട്ടി. ആ വിധിന്യായത്തിൽ വ്യക്തമായി അന്നത്തെ ഈ കേസ് ഡയറി പരിശോധിച്ച ജസ്റ്റിസ് കമാൽ പാഷ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി മഹസൽ കൃത്രിമം കാണിച്ചു, കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു, കേസിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു. ഇയാൾ പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കമാണ്, ഇയാളെപ്പോലുള്ളവരെ സർവീസിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് DGPക്ക് ശുപാർശ ചെയ്തു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ ആകെ ഉള്ള നടപടി എന്ന് പറഞ്ഞാൽ ഇയാളെ ഡീപ്രമോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഇയാൾ CI ആയിരുന്ന ഇയാൾ DYSP ആയ ഇയാളെ CI ആയി വീണ്ടും തരം താഴ്ത്തി. അതുപോലെ തന്നെ ഇയാളുടെ 3ഓളം ഇൻക്രിമെൻറ്റുകൾ ഇൻക്രിമെൻറ്റ് ബാൻ ചെയ്തു. അത്തരത്തിലുള്ള നടപടിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനാണ് ഈ മധുബാബു. തന്നെയുമല്ല, ഇതിനകത്തിൽ വേറൊരു സംഗതി, ഇയാൾക്ക് ചേർത്തല കോടതിയിൽ തന്നെ ഒരു സുനിൽ എന്ന് പറയുന്ന യുവാവിനെ മർദ്ദിച്ച കേസ് കിടപ്പുണ്ട്. ഇയാൾ ഈ തുടക്കത്തിൽ ഈ പത്തനംതിട്ടയിൽ ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള കസ്റ്റഡി മർദ്ദന കേസിൽ തുടർച്ചയായി പ്രതിയാവുകയും അവിടുന്ന് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായി അദ്ദേഹം കോട്ടയത്തിൽ സ്ഥലം മാറുകയും കോട്ടയത്ത് ഇരുന്ന സമയത്താണ് ഈ കുറവിലങ്ങാട് അധ്യാപകനെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് കോട്ടയം നോർത്ത് CI ആയിരുന്ന സമയത്ത് അവിടെയും പലരെയും മർദ്ദിക്കുകയും അവിടെയും പലതരത്തിലുള്ള കേസുകൾ പെടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ പത്തനംതിട്ടയിലെത്തുകയാണ്. പത്തനംതിട്ടയിലെത്തിയ സമയത്ത് അന്ന് UDFൻ്റെ ഭരണമാണ്. പത്തനംതിട്ടയിലെത്തിയ സമയത്ത് അയാൾ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമെന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്താരാണോ അവരുടെ ആജ്ഞാനുവർത്തികളും ഗുണ്ടകളുമായി മാറുകയാണ്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്
പത്തനംതിട്ടയിൽ പോസ്റ്റിംഗ് കിട്ടി കോന്നിയിലെത്തിയ ഇയാൾ അടൂർ പ്രകാശിൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഗുണ്ടായി ഇയാൾ മാറുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ വെച്ചാണ് ഈ SFIയുടെ അന്നത്തെ നല്ല ക്ലീൻ ഇമേജുള്ള ഒരു കളങ്ക പശ്ചാത്തലവും ഇല്ലാത്ത വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ K. ജയകൃഷ്ണൻ എന്ന് പറയുന്നത് അയാളെ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ കർണപടവും അടിച്ചു പൊട്ടിച്ചു, ഡയഫ്രം രണ്ടും അടിച്ചു പൊട്ടിച്ചു. ഇതിലെ വിരോധാഭാസമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ഈ SFI ജില്ലാ പ്രസിഡൻറ്റിനെ ഡയഫ്രവും അടിച്ചു പൊട്ടിച്ച ഈ സമരം ഇയാളെ മാറ്റാൻ വേണ്ടി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സമരത്തിൽ വെച്ചാണ് ഇയാളെ പത്തനംതിട്ടയ്ക്ക് മാറ്റുന്നത്. പിന്നീട് വന്ന അതുകൊണ്ടും അയാളുടെ കസ്റ്റഡി മർദ്ദനങ്ങൾ തീർന്നില്ല. പത്തനംതിട്ട വന്നതിന് ശേഷം ഒരു അഭിഭാഷകൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ തോക്ക് ചൂണ്ടി അയാളുടെ മാതാവിനെ കയറിപ്പിടിച്ച വൃദ്ധയായ മാതാവിനെ കയറിപ്പിടിച്ച് ഉപദ്രവിച്ച കേസിൽ അയാൾ പ്രതിയായി. ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഇയാൾ പ്രതിയാകുന്ന സമയത്ത് ഇയാൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ABC മലയാളം തന്നെ ചർച്ച ചെയ്തതാണ്. എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി സാങ്ഷൻ ഇല്ല. പലപ്പോഴും നമുക്ക് അറിയാം സാധാരണക്കാരായ ആളുകൾ സാങ്ഷൻ മേടിക്കാനൊന്നും മെനക്കെടത്തില്ല. സാങ്ഷനൊന്നും പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയുമല്ല. കാരണം ഇത് മേലുദ്യോഗസ്ഥന്മാരും ആഭ്യന്തര വകുപ്പും ഒക്കെ സാങ്ഷൻ പെട്ടെന്ന് തരത്തില്ല. ആ സാങ്ഷൻ ഇല്ല എന്നുള്ള കാരണത്താലാണ് ഇത്തരം ഹർജികൾ മൊത്തം ഈ 2007 സുബൈറിനെ മർദ്ദിച്ച കേസ്, ഇപ്പോൾ ഈ കോടതി ശിക്ഷിക്കപ്പെട്ട കേസ്, കോട്ടയത്തെ കേസ്, പത്തനംതിട്ടയിൽ ജയകൃഷ്ണൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഡയഫ്രോം അടിച്ചു പൊട്ടിച്ച കേസ്, അതുപോലെ തന്നെ ഈ അഭിഭാഷകൻ്റെ വീട്ടിൽ കയറിയ കേസ്, അടുത്ത സമയത്തൊരു കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായി. ഈ കേസുകളെല്ലാം ഇപ്പോൾ വിചാരണയിലിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, 2 കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല ഇതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. ഇയാൾ ഇത്രയധികം കേസിൽ പ്രതിയാണ്. ഇയാളെ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 5 കേസുകൾ പെൻഡിങ്, 5 കേസുകൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 5 കേസുകൾ വർഷങ്ങളായി വിചാരണ കാത്തു കിടക്കുകയാണ്. അതിലെല്ലാം ഇയാൾ ഹൈക്കോടതിയിൽ പോയി. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഇന്നലെ കോടതി ചേർത്തല കോടതി ശിക്ഷിച്ച കേസ് 2007 തുടങ്ങിയതാണ്. ഒരു സാധാരണ ഒരു യുവാവ്, ഒരു ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് തനിക്കേറ്റ മർദ്ദനം ഒരുപറ്റം മാധ്യമങ്ങളിൽ എഴുതി ചൊറിയുന്ന നഗ്നനാക്കി ഇത് വെച്ചാണ്. അല്ല, 323 ഒഫൻസിലാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 2 വർഷം കഠിന തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കോടതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഇടയ്ക്ക് സംഭവിക്കുന്ന ഇത്തരത്തിൽ കസ്റ്റഡി മർദ്ദനം ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം കോടതിക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണ് കോടതി ശിക്ഷിക്കുന്നത്. സാധാരണക്കാരനെ ശിക്ഷിക്കുന്ന രീതിയിൽ ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കത്തില്ല. കാരണം അവിടെ കോടതി ഡബിൾ കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ കോടതി ശിക്ഷ കുറവാണ്. പക്ഷേ ഈ കേസ് ശിക്ഷിച്ചില്ല എങ്കിൽ ഈ പറയുന്ന ഈ ആവലാതിക്കാരൻ ഹൈക്കോടതിയിലോ മറ്റു ഉയർന്ന കോടതിയിൽ നീതിന്യായ സ്ഥാപനത്തിലോ പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കടുത്ത നടപടിയെ ഭയന്നാണ് ഇത്തരം കോടതികൾ ഈ കേസ് ശിക്ഷിക്കുന്നത്. തന്നെയുമല്ല, ഈ കേസിൽ ഇത്രയും കാലം വിചാരണ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. 2007 സംഭവത്തിന് 2024 വരെ എനിക്ക് തോന്നുന്നു ഇതിനോടകം ഏകദേശം 17 വർഷക്കാലം കേരള ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലുമായി ഈ കേസിൽ എന്തൊക്കെ തടസ്സവാദങ്ങൾ ഉന്നയിക്കാമോ അത്രയും തടസ്സവാദങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അവസാനമാണ് ഈ കേസിൽ ഇന്നലെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. തന്നെയുമല്ല, ഇത് 2ാമത്തെ ശിക്ഷയാണ്. പിന്നെ ഒരു പ്രമുഖ വസ്ത്രാലയത്തിലുണ്ടായ ഒരു ദളിത് യുവാവിൻ്റെ കൊലപാതകത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുകയില്ലേ. നമ്മളൊക്കെ ഇടതുപക്ഷമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആശയം എന്താ? ഇയാൾ 2011, 12, 13 കാലഘട്ടത്തിൽ UDFൻ്റെ ഒരു ഗുണ്ടയെപ്പോലെ, ഒരു കോൺഗ്രസിൻ്റെ ഗുണ്ടയെപ്പോലെ പ്രവർത്തിച്ച ആളാണ് ഇയാൾക്ക് ലോക്കൽ പോസ്റ്റിംഗ് കൊടുത്തത് പിന്നീട് വന്ന ഈ പിണറായി സർക്കാർ ഇയാളെ ഡീപ്രമോട്ട് ചെയ്തു. ഇയാൾക്ക് ലോക്കൽ പോസ്റ്റിംഗ് കൊടുത്തില്ല. ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കാഞ്ഞത് ആരുടെയും ഔദാര്യം കൊണ്ടൊന്നുമല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായിരുന്നു ഇയാളെ ലോക്കലിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന്. പോട്ടെ, അത് ഉത്തരവിനെ സർക്കാരിന് വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. പക്ഷേ
അതിനുശേഷം ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കുന്നത് 8 വർഷക്കാലമോളം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പുറകെ നടന്നു ഇയാൾ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇയാളെ, കാരണം ഇയാൾ ഈ കോട്ടയത്തും പത്തനംതിട്ടയിലും UDFകാരെയും ആലപ്പുഴയിലും ഇയാൾ UDFിൻ്റെ ഗുണ്ടയായിട്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇയാൾ UDFിൻ്റെ LDFിൻ്റെ അങ്ങനെ ഒരു പക്ഷത്തിൻ്റെ ആളല്ല. ഇയാൾക്ക് എവിടെയാണോ നാളെ BJP അധികാരത്തിൽ വന്നാൽ ഇയാൾ BJPയുടെ ഗുണ്ടയാണ്. കാരണം ഇയാൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള യാതൊരു വിധമായ ബിസിനസ്സുമില്ല. കോന്നി ഇയാൾ ചോദിച്ചു മേടിച്ചതാണ്. കോന്നി ചോദിച്ചു മേടിക്കാൻ കാരണം കോന്നി ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ക്വാറികളുള്ളത് കോന്നിയിലാണ്, ഏറ്റവും കൂടുതൽ മണലൂറ്റുള്ളത് കോന്നിയാണ്. അപ്പോൾ അതിനുശേഷം ഇയാളെ നമ്മൾ പറഞ്ഞു വന്നത് ഇടതുപക്ഷ സർക്കാർ ഇയാൾക്ക് ഏതാണ്ട് 8 വർഷം 9 വർഷം ലോക്കൽ പോസ്റ്റിംഗ് കൊടുത്തില്ല. അതിനുശേഷം ഇയാളെ മണിയാശാൻ്റെ ജില്ലയിൽ ഇയാൾ അവിടുത്തെ CPM നേതൃത്വത്തെ സ്വാധീനിച്ചിട്ട് തൊടുപുഴ പോസ്റ്റിംഗ് കൊടുത്തു. DYSP. അപ്പോഴത്തേക്ക് ഇയാൾ DYSP ആയി. നമ്മൾ ചിന്തിക്കണം, ഈ DYSP ആയി തൊടുപുഴ പോസ്റ്റിംഗ് കിട്ടി. ഏതാണ്ട് 9 വർഷക്കാലത്തോളം യൂണിഫോം ഇല്ലാതെ കോടതിയുടെ ശിക്ഷ 2010 ശിക്ഷയും മറ്റ് അച്ചടക്ക നടപടികളും പേറി നിന്ന ഇയാൾ തൊടുപുഴ എത്തിയപ്പോഴെങ്കിലും ഇയാൾ നന്നാവുമെന്നാണ് പോലീസ് സേനയിലെ സുഹൃത്തുക്കളായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റ് കീഴ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത്. തൊടുപുഴ എത്തി 2ാമത്തെ മാസം മുരളീധരൻ എന്ന് പറയുന്ന ഒരു മൈക്ക് ഓപ്പറേറ്ററെ ഒരു 7-8 പേരെ ഒരു മാസ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനോട് വിളിപ്പിച്ചു വരുത്തി. സാധാരണഗതി ഇത് CIയും SIയും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലം നീണ്ട 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വരുന്നു എന്ന് പറയുന്ന കണക്ക് നീണ്ട ഒരു 9 വർഷക്കാലം യൂണിഫോം ഇടാത്തതിൻ്റെ തരിപ്പ് ഈ മുരളീധരൻ്റെ പുറത്തോട്ട് തീർത്തു. ഹൃദ്രോഗിയായ മുരളീധരനെ DYSP ഓഫീസിൽ വെച്ച് വളരെ ക്രൂരമായി. പക്ഷേ അതിലൊരു ദൈവഹിതമുണ്ടായി. കാരണം അന്ന് ഈ DYSP ഓഫീസിൻ്റെ പടിക്കൽ എല്ലാ മാധ്യമങ്ങളും വേറൊരു ഇഷ്യൂ കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇയാളുടെ നിലവിളി കേട്ടുകൊണ്ട് മാധ്യമങ്ങളെല്ലാം ഇരച്ചു ചെന്നപ്പോഴത്തേന് ഇയാൾ അവിടെ ബൂട്ടിട്ട് ഇയാളുടെ നെഞ്ചത്തിട്ട് ചവിട്ടുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതിൻ്റെ ഓഡിയോസും എല്ലാം വളരെ വൈറലാവുകയും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും, എനിക്ക് തോന്നുന്നു അന്ന് പ്രമുഖ ചാനലുകൾ അന്ന് രാത്രി ചർച്ചയിൽ പോലും വന്ന ഒരു വിഷയമാണിത്. ജയശങ്കർ സാറൊക്കെ അത് ചർച്ചയിൽ ഇദ്ദേഹത്തെ പറ്റി വളരെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും അവിടെ ഒരു വിജിലൻസ് കേസിലും ഇയാൾ ഉൾപ്പെട്ടതിന് ശേഷം പിന്നീട് പോസ്റ്റിംഗ് ഇല്ലാതിരുന്നപ്പോഴാണ് ഇയാൾ ആലപ്പുഴയിൽ പോസ്റ്റിംഗ്. അപ്പോഴത്തേക്ക് ഇയാൾ ആലപ്പുഴയിലെ കേസിൻ്റെ ഒരു പീക്ക് ടൈമിൽ, അതിൻ്റെ ഒരു ക്രൂഷ്യൽ ടൈമിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആലപ്പുഴ പോസ്റ്റിംഗ് മേടിച്ചതിന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഈ 2024 ഇയാൾ ആലപ്പുഴ പോസ്റ്റിംഗ് DYSP ആയിട്ട് മേടിക്കുന്നത്. 2024 ആലപ്പുഴ DYSP ആയിട്ട് പോസ്റ്റിംഗ് മേടിക്കാൻ കാരണം എന്താണ്? എന്നോട് അവിടുത്തെ അഭിഭാഷകർ പറഞ്ഞു, ഈ പറയുന്ന ഈ കേസിലെ പരാതിക്കാരൻ പറഞ്ഞു, സാറേ ഇത് ഇവിടെ പോസ്റ്റിംഗ് മേടിച്ച് ഈ അഭിഭാഷകരെയും ഈ കേസിലെ വാദിയെയും മൊത്തം ഭീഷണിപ്പെടുത്തിയതിന് ശേഷം അവിടെ ഈ കേസ് അട്ടിമറിക്കാനായി. നമുക്കറിയാം ഒരു DYSP എന്ന് പറഞ്ഞ ഒരു സബ് ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ കീഴുദ്യോഗസ്ഥന്മാരായ പോലീസ് കോൺസ്റ്റബിൾ തൊട്ട് CIമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ആജ്ഞാനുവർത്തികളായി എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഫോഴ്സാണ് പോലീസ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയും ഇത് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതിന് ശേഷം ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇത് നമ്മളിതിനകത്തിൽ ഇത്തരം സാധാരണക്കാരായ മനുഷ്യരെ, സിദ്ധാർത്ഥനെ പോലെയുള്ള സുബൈറിനെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് നമ്മൾ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം അവരൊക്കെ ഈ ഒരു വ്യവസ്ഥിതിയോട്, അല്ലെങ്കിൽ ഇത്രയും സന്നാഹങ്ങളുണ്ടായിട്ടും ഇത്രയും അധികാരങ്ങളുണ്ടായിട്ടും ഇവരോട് പോരാടി ഇത്തരത്തിലൊരു വിജയം കൈവരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ മഹത്വം. പലപ്പോഴും അത് നമുക്കൊരിക്കലും, പക്ഷേ അത് എവിടെയാണ് എത്തി നിൽക്കുന്നത്? സർക്കാരുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കേണ്ടതിന് പകരം കോടതികൾ ഇടപെടുന്ന ഒരു സാഹചര്യം. എന്നാൽ കോടതി ഇടപെട്ടു, ഇപ്പോൾ ശിക്ഷയുണ്ടായി, ഇയാൾ അപ്പീൽ പോവും. എന്നിട്ട് വീണ്ടും സാക്ഷികളെ ഇപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് SFIയുടെ ജില്ലാ പ്രസിഡന്റ് കർണപടം അടിച്ചു പൊട്ടിച്ച ഇയാളെ, അതും ആലപ്പുഴയിലെ നാസറിനെ സ്വാധീനിച്ച് ജില്ലാ സെക്രട്ടറിയെ സ്വാധീനിച്ച്. നമുക്കറിയാം CPM ഇപ്പോൾ പഴയ CPM അല്ല. ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട് പഴയ കൊച്ചിയല്ല, പഴയ CPM അല്ല. അവിടെ പല ഏർപ്പാടുകളുണ്ട്. പേയ്മെൻറ്റ് സീറ്റുണ്ട്, പിന്നെ മെറിറ്റുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ പേയ്മെൻറ്റ് സീറ്റിലാണ്. കാരണം എന്താ ചോദിച്ചാൽ ഇവിടുത്തെ പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വത്തിന് ഇയാളെപ്പറ്റി അറിയാം, കോട്ടയത്തെ പാർട്ടി നേതൃത്വത്തിനെ പറ്റി അറിയാം, ഇടുക്കിയിലെ പാർട്ടി നേതൃത്വത്തിനെ പറ്റി, ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിനും ഇയാളെ അറിയാം. കാരണം ഈ ഒരു കസ്റ്റഡി മർദ്ദന കേസിൽ ഈ മുൻ മന്ത്രിയും ശിക്ഷിക്കപ്പെട്ടത് കൂടാതെ വേറൊരു വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനകത്തിൽ ചേർത്തല MLA ആയിരുന്ന P. തിലോത്തമൻ സാക്ഷിയാണ്.
അപ്പം തീർച്ചയായിട്ടും കാരണം അതിൽ വ്യക്തമായ ആരുടെ സാക്ഷിയാണ് ഈ മധുബാബുവിൻ്റെ സാക്ഷിയല്ല, ആപരാധിക്കാരൻ്റെ സാക്ഷിയാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി രാഷ്ട്രീയക്കാരും മറ്റുള്ളവർക്കും എല്ലാം തലവേദന സൃഷ്ടിക്കുന്ന ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇത്തരത്തിലുള്ള സർക്കാരിനും വലിയ തലവേദനയാണ്. പിന്നിട്ടും അയാളെ സംരക്ഷിക്കുന്നു. തന്നെയല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു നമ്മൾ കാണേണ്ട ഒരു വൈരുദ്ധ്യം. എന്നോട് ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, ആലപ്പുഴ എത്തി കുറുവ സംഘം എന്ന് പറഞ്ഞ് കുറച്ച് പേരെ പിടിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറുവ എന്ന് പറയുന്നത് നമ്മൾ എത്തിയത് ആലപ്പുഴയിൽ. കുറുവ സംഘത്തെ എന്തുകൊണ്ട് ഇയാളിങ്ങനെ ഇത്തരത്തിൽ കുറുവ എന്ന് പറഞ്ഞ് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രഹസനം കാണിച്ചു? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി താനൊരു വലിയ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി താൻ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും മുഴുവൻ അമർച്ച ചെയ്യാൻ ഈ നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. സ്ത്രീകളുടെ പരാതിക്കാരായി ഭർത്താക്കന്മാർക്കെതിരെ പരാതിയുമായി എത്തുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ, അതുപോലെ തന്നെ ഒരു മസാജിങ് പാർലർ റെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ത്രീകളുടെ പരാതിയുണ്ട്. പിന്നെ ഒരു കേസിൽ പറഞ്ഞാൽ അടിമുടി ക്രിമിനലാണ്. സാധാരണ ഒരു ക്രിമിനൽ എന്ന് പറയുമ്പം ഒന്നുകിൽ അയാളെ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇത് എല്ലാം കൂടെ തികഞ്ഞ സർവ്വതും തികഞ്ഞ ഒരു ക്രിമിനലാണ്. പക്ഷേ ഇനിയും ഇന്നിപ്പോൾ ചർച്ച ചെയ്താൽ ഇത് തീരില്ല. കാരണം വരും ദിവസങ്ങളിലും ഇത് ഒരുപാട് ചർച്ചയാവേണ്ട വിഷയമാണ്. കാരണം ഇത്തരത്തിലുള്ള പോലീസ് സേനയെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരാൾ മതി. ഒറ്റ വാക്കി പറയാം സാർ, പോലീസ് സേനയെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ്. തീർച്ചയായിട്ടും ചികിത്സയില്ലാത്ത ക്യാൻസർ, ഫോർത്ത് സ്റ്റേജിലെത്തിയ ക്യാൻസർ. കാരണം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ശിക്ഷ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേറൊരു ശിക്ഷ ഇപ്പോൾ വന്നു. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ വളരെ ഗുരുതരമായ പരാമർശം, അത് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളൊരു ജഡ്ജിയാണ് പറഞ്ഞത്. അപ്പോൾ അത് പിന്നീട് ഇനിയും വിചാരണ നടക്കാൻ പോകുന്ന SFI ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിച്ചതടക്കം, അഭിഭാഷകൻ്റെ വീട്ടിൽ തോക്ക് ചൂണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മയെ മർദ്ദിച്ചതടക്കം, നീലിപ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചിറ്റാർ CI ആയിരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ കയറി വൃദ്ധയായ സ്ത്രീയെ മർദ്ദിച്ചതടക്കം എത്ര കേസുകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്നതെന്നറിയുമോ? എന്തായാലും സാർ, നമുക്ക് കുറച്ച് കാത്തിരിക്കാം. ഈ ക്രൂരനായ ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന്. ശിക്ഷിക്കപ്പെട്ടു, പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷ നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരുകളാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടത്. കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കോടതിക്ക് ഒരിക്കലും താഴെ തട്ടിലോട്ട് ഇറങ്ങി വന്ന് ഇത് ശിക്ഷ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു ആർജവമുള്ള സർക്കാർ ഫോർട്ട് ഉദയകുമാറിനെയും പിന്നെ വാരാപ്പുഴ ശ്രീത്തിനെയും പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കസ്റ്റഡി കൊലകൾ നടന്ന സംസ്ഥാനത്ത് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിലും പറയാം. കാരണം അതിലൊക്കെ അത്യാവശ്യം പ്രതികളെല്ലാം പിടിച്ചിട്ടുണ്ട്, സത്യസന്ധമായിട്ട് വിചാരണ നടക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ കേസിൻ്റെ മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കേസിൽ പ്രതിയാകുമ്പം, ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ കുറച്ചൊക്കെ ഇതിനകത്ത് മര്യാദ പഠിക്കും. പക്ഷേ ഇത് ഇത്രയും കേസിൽ പ്രതിയായാലും ഇയാൾ മര്യാദ പഠിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കളങ്കിതരായ ഉദ്യോഗസ്ഥരെ കോടതിയുടെ കൂടെ എന്താ പറയേണ്ട നടപടിയും ശിക്ഷയും വന്നു കഴിഞ്ഞിട്ടും ഇവരെ സംരക്ഷിക്കുന്ന സർക്കാർ ഇനിയെങ്കിലും ഇക്കാര്യം ചിന്തിക്കണം. എത്രയും പെട്ടെന്ന് ഇത്തരം ഉദ്യോഗസ്ഥരെ, ഏതാണ്ട് 138 കളങ്കിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ കുഴപ്പക്കാരാണെന്ന് കണ്ട് സർവീസിൽ നിന്ന് യൂണിഫോം ഊരി വാങ്ങിച്ച്, തൊപ്പിയും കുപ്പായവും ഊരി വാങ്ങിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ട സർക്കാരാണിത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിലും അത്തരത്തിലൊരു നടപടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അതിന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഈ മധുബാബുവിനെ പോലെയുള്ള ക്രിമിനലുകളെ ഒരു നിമിഷം പോലും സേനയിൽ തുടരാൻ അനുവദിക്കരുത് എന്നാണ് ജനങ്ങളുടെ ആവശ്യം. ജനങ്ങൾ പറയുന്നത് അതാണ്. അതിനിയെങ്കിലും ഈ സർക്കാർ നടപ്പാക്കണം. അത് നടപ്പാക്കി കൃത്യമായിട്ട് ഇത്തരക്കാരെ ശിക്ഷിക്കാൻ, അവർക്ക് കോടതി പറഞ്ഞ ശിക്ഷ അവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇന്ന് നമുക്ക് ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.